ട്രംപ് ഭരണകൂടത്തിന്റെ കുടിയേറ്റ നയങ്ങൾ അമേരിക്കയിലെ വിദേശ തൊഴിലാളികളുടെ ജോലി സാധ്യതകളെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. പല വിദേശ തൊഴിലാളികൾക്കും യുഎസിൽ ജോലി നിലനിർത്താൻ കഴിയാത്ത അവസ്ഥയാണ്. 2025 ജനുവരിയിൽ ട്രംപ് ഭരണകൂടം അധികാരത്തിൽ വന്നതിന് ശേഷം 11 ലക്ഷം വിദേശ തൊഴിലാളികൾക്ക് ജോലി നഷ്ടപ്പെട്ടതായി ബ്യൂറോ ഓഫ് ലേബർ സ്റ്റാറ്റിസ്റ്റിക്സ് ഹൗസ് ഹോൾഡ് സർവേ പറയുന്നു. നാഷണൽ ഫൗണ്ടേഷൻ ഫോർ അമേരിക്കൻ പോളിസി നടത്തിയ പഠനത്തിൽ 2025 മാർച്ച് മാസത്തിലെ കണക്കുകൾ പ്രകാരം ഇത് 15 ലക്ഷമായിരുന്നു. ട്രംപ് ഭരണകൂടത്തിന്റെ ഇപ്പോഴത്തെ നയങ്ങൾ തുടരുകയാണെങ്കിൽ 2025 രണ്ടാം പകുതിയിലും 2026 വിദേശ തൊഴിലാളികളുടെ എണ്ണം കുറയാൻ സാധ്യതയുണ്ടെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. മുമ്പത്തെ സ്ഥിതി പരിശോധിച്ചാൽ 2014 മുതൽ 2024 വരെ ഓരോ വർഷവും ഏകദേശം 6,52,000 വിദേശ തൊഴിലാളികൾ അമേരിക്കയിൽ പുതുതായി ജോലിക്ക് പ്രവേശിച്ചിരുന്നു. അമേരിക്കയിലെ വിദേശ തൊഴിലാളികളുടെ തൊഴിലില്ലായ്മ നിരക്ക് 2023 3.6% ആയിരുന്നത് 2024 4.2% ഉയർന്നു. അതേസമയം അമേരിക്കയിൽ ജനിച്ചവരുടെ തൊഴിലില്ലായ്മ നിരക്ക് 2023 3.6% ആയിരുന്നത് 2024 4% ഉയർന്നു. H-1B വിസയിൽ ജോലി ചെയ്യുന്ന വിദേശികൾക്ക് തൊഴിൽ നഷ്ടപ്പെട്ടാൽ 60 ദിവസത്തിനകം രാജ്യം വിടേണ്ടി വരും. H-1B വിസ എന്നത് അമേരിക്കൻ കമ്പനികൾക്ക് വിദേശികളെ നിയമിക്കാൻ സഹായിക്കുന്ന ഒരു വിസയാണ്. നിയമമനുസരിച്ച് ഒരു തൊഴിലാളിയുടെ ജോലി സ്വന്തം ഇഷ്ടപ്രകാരമോ അല്ലാതെയോ അവസാനിച്ചാൽ അവരും അവരുടെ കുടുംബവും 60 ദിവസത്തിനകം അമേരിക്ക വിട്ടുപോകണം. അല്ലെങ്കിൽ വിസയുടെ കാലാവധി കഴിയുമ്പോൾ രാജ്യം വിടേണ്ടി വരും. ഇതിൽ ഏതാണോ ആദ്യം വരുന്നത് അതിനനുസരിച്ച് അവർ പ്രവർത്തിക്കണം. യുഎസിലെ തൊഴിൽ കമ്പോളം ദുർബലമാവുകയാണ്. ഇത് സാമ്പത്തിക മാന്ദ്യത്തിന് വരെ കാരണമായേക്കാം. ഓഗസ്റ്റിൽ തൊഴിലില്ലായ്മ നിരക്ക് 4.3% ഉയർന്നു. ഇത് ഏകദേശം 4 വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന നിരക്കാണ്. സെന്റർ ഫോർ അമേരിക്കൻ പ്രോഗ്രസ് നടത്തിയ പഠനത്തിൽ ഓഗസ്റ്റിൽ 12,000 മാനുഫാക്ചറിംഗ് ജോബ്സ് ഇല്ലാതായി. ഏപ്രിൽ മുതൽ ഇതുവരെ 42,000 തൊഴിലവസരങ്ങൾ ഈ മേഖലയിൽ കുറഞ്ഞു. 2025 ടെക് കമ്പനികൾ കൂട്ട പിരിച്ചുവിടൽ തുടരുകയാണ്. കഴിഞ്ഞ വർഷം 549 കമ്പനികളിലായി 1,50,000-ലധികം ആളുകൾക്ക് ജോലി നഷ്ടപ്പെട്ടു. 2025 ഇതുവരെ 22,000-ലധികം തൊഴിലാളികൾക്ക് ജോലി നഷ്ടപ്പെട്ടു. ഫെബ്രുവരിയിൽ മാത്രം 16,084 പേരെ പിരിച്ചുവിട്ടു. യുഎസിൽ പുതിയ തൊഴിലവസരങ്ങൾ കുറയുകയാണ്. ബ്യൂറോ ഓഫ് ലേബർ സ്റ്റാറ്റിസ്റ്റിക്സ് അനുസരിച്ച് ജൂലൈയിൽ ഏകദേശം 7.18 മില്യൺ തൊഴിലവസരങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. 2020 ശേഷം ആദ്യമായാണ് 7.2 മില്യണിൽ താഴെ തൊഴിലവസരങ്ങൾ ഉണ്ടാകുന്നത്. പുതിയ ജോലികൾ ലഭിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ബ്യൂറോ ഓഫ് ലേബർ സ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്നുള്ള വിവരങ്ങൾ അനുസരിച്ച് 2025 മാർച്ചിന് മുമ്പുള്ള വർഷത്തിലെ കണക്കുകളിൽ ഏകദേശം 9,11,000 ജോലികൾ കുറഞ്ഞതായി കണ്ടെത്തിയിട്ടുണ്ട്. അതായത് ഏകദേശം 1 മില്യൺ തൊഴിലവസരങ്ങൾ ഉണ്ടായിരുന്നില്ല എന്ന് സാരം. ജൂലൈ മുതൽ ഓഗസ്റ്റ് വരെയുള്ള കണക്കുകളിൽ 1,73,000 വിദേശ തൊഴിലാളികൾക്ക് പുതുതായി ജോലി ലഭിച്ചിട്ടുണ്ട്. ഇതൊരു താൽക്കാലിക മാറ്റം മാത്രമായിരിക്കാം. ഇത് സ്ഥിരമായ ഒരു മാറ്റമാണ് എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയില്ല. NFAP റിപ്പോർട്ടുകൾ പറയുന്നത് വിദേശ തൊഴിലാളികളുടെ എണ്ണത്തിലുള്ള കുറവിന് കാരണം നാടുകടത്തൽ നയങ്ങൾ, മനുഷ്യ സ്നേഹപരമായ പരോൾ പദ്ധതികൾ അവസാനിപ്പിക്കുന്നത്, ടെമ്പററി പ്രൊട്ടക്റ്റഡ് സ്റ്റാറ്റസ് ഇല്ലാതാക്കുന്നത്, പുതിയ അഭയാർത്ഥികളെ സ്വീകരിക്കുന്നത് തടയുന്നത് തുടങ്ങിയ നിയമങ്ങളാണ്. ഏകദേശം 1,25,000 പുതിയ അഭയാർത്ഥികളാണ് തടഞ്ഞത്. ഇവയെല്ലാം വിദേശ തൊഴിലാളികളുടെ കുറവിന് കാരണമായി. ഡിപ്പോർട്ടേഷൻ പോളിസീസ്, ഹ്യൂമാനിറ്റേറിയൻ പരോൾ പ്രോഗ്രാംസ്, ടെമ്പററി പ്രൊട്ടക്റ്റഡ് സ്റ്റാറ്റസ് പോലുള്ള നിയമങ്ങൾ കൂടുതൽ കർശനമാക്കിയതിലൂടെ പല വിദേശ തൊഴിലാളികൾക്കും അവരുടെ ജോലി നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്.